നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വോട്ടെടുപ്പ് അവസാനിച്ചു. ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിൽ മുന്നണികൾ. MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ MLA. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ലഭിക്കും. ഉറച്ച വിശ്വാസമുണ്ടെന്നും MLA. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരിയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിലാണ് കൈവരി തകർന്നത്. കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി. ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. വീടിന് നേരെ കല്ലേറ്. വാഴക്കുളം പെരിയക്കോട്ടിൽ റിജോയുടെ വീടിന് നേരെയാണ് ആക്രമണം. വാഴക്കുളത്ത് വീടിന് നേരെ കല്ലേറ്. MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാത്യു കുഴൽനാടൻ MLAയും UDF പ്രവർത്തകരുമാണ് സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. വാർത്തകൾ വിശദമായി. വോട്ടെടുപ്പ് അവസാനിച്ചതോടെ ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിൽ മുന്നണികൾ. കോതമംഗലം MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ മെയ് 4 നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവസാനിച്ചതോടെ ഇനി ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് മുന്നണികളും വോട്ടർമാരും. മൂവാറ്റുപുഴ പിറവം നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് VVPAT യന്ത്രങ്ങൾ കോതമംഗലം MA കോളേജിൽ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് വോട്ടെണ്ണലും നടക്കുക. 2021 കൂടുതൽ പോളിംഗ് ആണ് മണ്ഡലത്തിൽ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. 2026 77.89%, 2021 75.49%, 2016 80.15%, 2011 75.29% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നത്. കോതമംഗലം MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെയും സ്റ്റുഡന്റ് സെന്ററിൽ പിറവത്തിന്റെയും വോട്ടുകൾ എണ്ണും. കോതമംഗലം ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളുടെയും വിജയാരവം ആദ്യം മുഴങ്ങുന്നത് കോതമംഗലത്തായിരിക്കും. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂവാറ്റുപുഴ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും MLA. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് മൂവാറ്റുപുഴ MLAയും UDF സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടൻ. മികച്ച ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ വിജയിക്കാൻ കഴിയുമെന്നും MLA. എല്ലാ മേഖലയിൽ നിന്നും അനുകൂലമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മൂവാറ്റുപുഴയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് കേരളത്തിലെ മൂവാറ്റുപുഴയിൽ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. മുൻതവണത്തെ അപേക്ഷിച്ച് അതിലും മികച്ച ഭൂരിപക്ഷം വിജയിക്കാൻ കഴിയും എന്ന് തന്നെ ഉറച്ച വിശ്വാസം. പുറത്തുവിട്ട തെളിവുകൾ ഇലക്ഷന്റെ ഗോൾഡൻ അവേഴ്സിൽ ഒരു ചർച്ചയിലേക്ക് വന്നുവെന്നും അവിടെ നടന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ CPM-നോ LDF-നോ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞത് സത്യവും യാഥാർത്ഥ്യവുമാണ്. പുറത്തുവിട്ട വോയിസും ആദ്യം പറഞ്ഞ കാര്യങ്ങളും സത്യമാണെന്നും MLA പറഞ്ഞു. എൻ്റെ ഒരു ഇതിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ CPM-നോ LDF-നോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലതുണ്ട്. തന്നെ നമ്മൾ പറഞ്ഞ സത്യവും യാഥാർത്ഥ്യവുമാണ്. ഷൂട്ടി മിനിസ്റ്ററുടെ വോയിസും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങളും സത്യമാണ്. ജനങ്ങളുടെ വോട്ടെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരിയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരി തകർന്ന് കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്ന പാലത്തിന്റെ തകർന്ന കൈവരിയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് കച്ചേരിത്താഴം പുതിയ പാലത്തിൽ നടപ്പാതയുടെയും പാലത്തിന്റെയും കൈവരികൾ തകർന്നിരുന്നു. ലോറി ഇടിച്ചതിനെ തുടർന്ന് പാലത്തിന്റെ കുറച്ചു ഭാഗത്തെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള കൈവരിയും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന കൈവരിയും പൂർണ്ണമായും തകർന്നിരുന്നു. എന്നാൽ കാൽനട യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണി നിലനിന്നിട്ടും യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച JCB ഉപയോഗിച്ച് തകർന്ന കൈവരിയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ നീക്കം ചെയ്തത്.
വാഹനമിടിച്ച ഇരുമ്പ് പൈപ്പുകൾ നടപ്പാതയിലേക്ക് നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്ക് നടപ്പാതയിലൂടെ സുഗമമായി നടക്കുന്നതിന് തടസ്സമായിരുന്നു. ഇതിനു പുറമെ പാലത്തിന്റെ കൈവരികൾ തകർന്നതിനാൽ കാൽനട യാത്രക്കാർ പുഴയിലേക്ക് വീണ് അപകടമുണ്ടാകുവാനും സാധ്യത ഏറെയായിരുന്നു. പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരി ഒരു ഭാഗത്ത് തകർന്നു കിടക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിച്ചിരുന്നു. ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീടിനു നേരെ കല്ലേറ്. വാഴക്കുളം പെരിയക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വാഴക്കുളത്ത് വീടിനു നേരെ കല്ലേറ്. വാഴക്കുളം പള്ളിക്കുന്ന് പെരിയാക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി 12ഓടെ കല്ലേറ് ഉണ്ടായത്. റിജോയുടെ വീടിന്റെ മതിലിൽ തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നത് എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മൂവാറ്റുപുഴ ന്യൂസിന് ലഭിച്ചു. വ്യാഴാഴ്ച രാത്രി 8ഓടെ ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം അസഭ്യം പറയുകയും തുടർന്ന് 12ഓടെ വീടിന് നേരെ കല്ലെറിയുകയുമായിരുന്നുവെന്നും വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ല് ആക്രമണത്തിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഫ്ലെക്സ് സ്ഥാപിക്കുന്ന ചോദ്യം ചെയ്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്നും LDFകാരുടെ കടന്നാക്രമണമാണെന്നും റിജോ പറഞ്ഞു. ഇത് 15 വർഷം മുമ്പുള്ള ഒരു പ്രശ്നമാണ്. എല്ലാ പാർട്ടിക്കാരും ഇലക്ഷൻ ആകുമ്പോൾ ഞങ്ങളുടെ പറമ്പിലും വീടിന് മുമ്പിലെല്ലാം അവരുടെ പരസ്യ പ്രചാരണം വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ LDFകാർ മാത്രം 15 വർഷം മുമ്പ് ഇവിടെ വെച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചില്ല. അതുപോലെ ഞാനിവിടെ ഉള്ളപ്പോഴാണ് അവർ ചോദിക്കാത്തത്. അവർ കുറച്ച് പേര് വന്നു. ഒരാൾ ചോദിക്കണമെന്ന് പറഞ്ഞു, വേറെ ആൾ പറഞ്ഞു ചോദിക്കേണ്ടതാ, കെട്ടടാന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങിയ ആൾ പറഞ്ഞു ഇതെടുത്ത് കളഞ്ഞാൽ എൻ്റെ ഉടൽ വലിച്ചൂടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് പോയി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ബോർഡ് എടുത്ത് കളഞ്ഞു. അതിനുശേഷം അവർ പട്ടിക്കാർ വിളിക്കുകയും വീട്ടിൽ വരികയും ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. എന്തിനാണ് കളഞ്ഞെന്ന് ചോദിച്ചത് പറഞ്ഞു. അവർ ചോദിച്ചാൽ വെച്ച് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു. എനിക്ക് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ബാക്കി എല്ലാ പാർട്ടിക്കാരും ചോദിച്ചിട്ടാണ് വയ്ക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഇലക്ഷൻ 5 വർഷം മുമ്പുള്ള ഇലക്ഷന് വീണ്ടും അവർ ഞാനിവിടെ ഇല്ലാത്ത ദിവസമാണ്, വീട്ടിലില്ലായിരുന്നു. വീണ്ടും ഇവിടെ പരസ്യം കൊണ്ടുവച്ചു. എന്നോട് ചോദിച്ചില്ല. ബാക്കി പാർട്ടിക്കാരെ ചോദിച്ചിട്ടാണ് വെച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു. ചോദിച്ചിരുന്നെങ്കിൽ ഞാനവിടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് വന്ന് ഞാൻ വീണ്ടും ബോർഡ് എടുത്ത് നോക്കി. പാർട്ടിക്കാരും വിളിക്കുന്നു, ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം വിളിക്കുന്നു. പിറ്റേ ദിവസം എല്ലാവരും ഇവിടെ വരുന്നു, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചിട്ട് വെച്ചാൽ എന്താണ്, അതുകൊണ്ടല്ല ഞാൻ എടുത്തു കളഞ്ഞതെന്ന് അവരോട് ചോദിക്കുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഈ ഇലക്ഷന് വീണ്ടും അവർ ഞങ്ങളുടെ മതിലിൽ അഡ്വാൻസ് ആയിട്ട് LDF ബുക്കിടം എഴുതി വെച്ചിരിക്കുന്നു. 2 പ്രാവശ്യം വിഷയം ഉണ്ടായെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞു ഇത് നിങ്ങൾ ബുക്കിടം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന നടപടി എടുക്കുമെന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും ഉപയോഗിച്ചില്ല. അവരുടെ പരസ്യം ചെയ്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പോലീസുകാരെ ഫെയറൊക്കെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം അവരത് മായ്ച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് വൈകിട്ട് ഒരു 8:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര തെറികളാണ്. ഇറങ്ങി വേട തെറി കേട്ടപ്പോൾ ഞാനും മമ്മിയും പുറത്തിറങ്ങിയപ്പോൾ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ബൈക്കിൽ വന്ന് ഭയങ്കരമായ പറയാൻ കൊള്ളില്ലാത്ത അത്രയ്ക്ക് വൃത്തിയുടെ തെറികൾ പറഞ്ഞു. അരമണിക്കൂർ പറഞ്ഞ് അവർ അങ്ങ് പോയി. വീണ്ടും രാത്രി ഒരു 12 കൂടി ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഒച്ച കേട്ടു. മണ്ണറയുണ്ടാക്കുന്ന ഒരു ഒച്ച കേട്ടു. നോക്കി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീടിൻ്റെ മുമ്പിലെ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടി കിടപ്പുണ്ട്. ഒരു കല്ല് ഭിത്തിയിലാണ് കൊണ്ടത്, ഒരെണ്ണം ഈ ഗ്ലാസ്സിലും കൊണ്ടു. അപ്പോൾ ഇറങ്ങിയാൾ പോയി. പിന്നെ CC ക്യാമറ നോക്കിയപ്പോൾ 2 പേര് വരുന്നു. ഒരാൾ ബൈക്കിൽ മുമ്പിൽ പോകുന്നു, വേറൊരാളവിടെ ബുള്ളറ്റ് നിർത്തി. ഈ കല്ലെറിഞ്ഞിട്ട് പോയത് കൃത്യമായിട്ട് കാണാം. റോഡിൽ നിന്നും കല്ലെടുത്ത് ഗേറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോയി. ഇവർ ബലമായിട്ട് അവിടെ പരസ്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ അതിനുള്ള പ്രതികരണം അല്ലാതെ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. എനിക്ക് പ്രത്യേകിച്ചൊരു പാർട്ടിയോട് അനുഭാവമൊന്നുമില്ല.
എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ എല്ലാവരും അറിയുന്നവരുണ്ടായാലും അടുത്തുള്ള എല്ലാവരും പാർട്ടിക്കാർ അറിയുന്നവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചോദിച്ചിട്ട് വയ്ക്കാം, സാമാന്യം വയ്യാതെ അത് ലംഘിക്കുകയും ഭീഷണിപ്പെടുത്തുകയും 2 പ്രാവശ്യം ഉണ്ടാവുകയും 3ാമതും വന്നപ്പോൾ ഞാൻ വീണ്ടും പരാതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രതികരണമായിരിക്കാം, അല്ലാതെ വേറൊന്നും വരാൻ എൻ്റെ അറിവിൽ ഇല്ല. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് തന്നെ ഇവിടെ മലമ്പാരി ഇറങ്ങി ബോർഡ് എടുത്ത് കളഞ്ഞ പ്രതികരണം എങ്ങനെയായിരുന്നു. മൊത്തം മതിലിലും വീടിൻ്റെ സൈഡിലെല്ലാം മലമ്പാരി കളഞ്ഞ് പിറ്റേ ദിവസം എല്ലാം കഴുകി കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്ന് 2 പ്രാവശ്യം പോലീസ് പരാതി കൊടുത്തില്ല. കാരണം ഇതെല്ലാം നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് 2 പ്രാവശ്യം ക്ഷമിച്ചു. ഈ പ്രാവശ്യം വീണ്ടും ഒരു ബലമായിട്ട് വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടാണ് പരാതി കൊടുത്തത്. അതിപ്പോൾ ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് കിടന്നു. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുള്ളതല്ല. ഇത് LDFകാരുടെ കടന്നാക്രമണമാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വീണ്ടും പരാതി കൊടുത്തത്. ആക്രമണത്തിനെ തുടർന്ന് വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിജോയും മാതാവും മാത്രമാണ് ആക്രമണ സമയം വീട്ടിലുണ്ടായിരുന്നത്. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. വാഴക്കുളത്ത് വീടിനു നേരെ കല്ലേറ് നടത്തിയ വീട്ടിൽ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാത്യു കുഴൽനാടൻ MLAയും UDF പ്രവർത്തകരുമാണ് സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വാഴക്കുളത്ത് വീടിനു നേരെ കല്ലേറ് നടത്തിയ വീട്ടിൽ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാത്യു കുഴൽനാടൻ MLAയും UDF പ്രവർത്തകരുമാണ് സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. കരിങ്കല്ലുകളാണ് ഉപയോഗിച്ചേക്കണേ. കല്ലെടുത്തിന്റെ അടയാളം ഉണ്ടാക്കി 2 കല്ല് വീണിട്ടുണ്ട്. വാഴക്കുളം പള്ളിക്കുന്ന് പെരിയക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി 12ഓടെ കല്ലേറുണ്ടായത്. റിജോയുടെ വീടിന്റെ മതിൽ തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്ന എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത് ആക്രമണത്തിന് കാരണമായത്. തുടർന്നാണ് MLAയുടെ നേതൃത്വത്തിൽ സംഘം സന്ദർശനം നടത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. പ്രാഥമികമായി ഈ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സിലാക്കുന്ന കാര്യം, അനുമതിയില്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചരണം അല്ലെങ്കിൽ ഇതിന്റെ മതിൽ എഴുതുകയും അനുമതിയില്ലാതെ എഴുതുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് വീട്ടുകാർ സ്വീകരിച്ചിരുന്നു. അത് മായ്ക്കാൻ വേണ്ടി നിയമപരമായ നടപടി ആവശ്യപ്പെട്ടു. അവർക്ക് മായ്ക്കേണ്ടി വന്നു. ഇതിനു മുമ്പും അവർ അനുമതിയില്ലാതെ ഈ വീടിന്റെ പരിശ്രമവും അവരുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായി ഉപയോഗിച്ചപ്പോൾ അതിനോട് ശക്തമായ വിയോജിപ്പ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചിട്ടുള്ളവരാണ് ഈ റിജോ അടക്കമുള്ള വീട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാര് ചെയ്താലും ഇതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ഈ നിലയിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ മഞ്ഞള്ളൂരും മൂവാറ്റുപുഴയും ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പരാജയ ഭീതി കൊണ്ടുകൂടി ആകാം ഒരുപക്ഷെ ഈ നിലയിലുള്ള അക്രമം അയച്ചുവിടുന്ന രീതിയിലേക്ക് LDF മാറിയിട്ടുള്ളത്. അത് നിങ്ങളെ കൂടുതൽ ദുർബലരാക്കത്തേ ഉള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം. ആക്രമണത്തിൽ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിറവത്ത് ഇന്ന് പ്രദർശനം ആരംഭിച്ച ആശീർവാദ് സിനിമാ കോംപ്ലക്സിൽ അഗ്നിബാധ. തിയേറ്ററിൽ നിന്നും പുക ഉയർന്നതോടെ സിനിമാ പ്രദർശനം നിർത്തിവച്ചു. പിറവത്ത് വെള്ളിയാഴ്ച പ്രദർശനം ആരംഭിച്ച ആശീർവാദ് സിനിമാ കോംപ്ലക്സിൽ അഗ്നിബാധ. രാവിലെ 10:45ഓടെ സിനിമാ പ്രദർശനം നടക്കുമ്പോഴാണ് തിയേറ്ററിൽ നിന്നും പുക ഉയർന്നത്. പരിഭ്രാന്തരായ ജനം ഉടനെ പുറത്തിറങ്ങി. ഇതോടെ സിനിമാ പ്രദർശനം നിർത്തിവെക്കുകയായിരുന്നു. എന്നെ കത്തണേ. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വെറും ഒരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ പുളിഞ്ചോട് കൂറക്കാടൻ വീട്ടിൽ പരേതനായ ഹസന്റെ ഭാര്യ സുബൈദ 75 നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ ഷാജി, ബീവി, ജാസ്മിൻ, മരുമക്കൾ ജംഷീർ, മുസ്തഫ, ഹസീന. മൂവാറ്റുപുഴ വടക്കൻമാറാടി മണിത്തോട്ടത്തിൽ വി പൗലോസിന്റെ ഭാര്യ ശോശാമ്മ 82 നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 2:30 വടക്കൻമാറാടി മാർ ഗ്രിഗോറിയോസ് യാക്കോബായ പള്ളിയിൽ.
പരേത പുന്നമറ്റം ISS LP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ്. മക്കൾ സ്റ്റാൻലി, വിൻസ്ലി, മരുമക്കൾ സ്നേഹ, നിഷ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.